അങ്ങനെ തന്നിഷ്ടപ്രകാരം കാര്യം നടത്താനായിരുന്നു ഉദ്ദേശമെങ്കിൽ AC റെസ്റ്റോറന്റ് തുടങ്ങാമെന്ന് നീ സമ്മതിച്ചത് എന്തിനാ? എന്നെ കൊച്ചാക്കാനും. വെല്ലേട്ടൻ കുടുംബനാഥനാ. അദ്ദേഹത്തിന്റെ വാക്ക് നീ തട്ടിക്കളഞ്ഞില്ല, എനിക്ക് വിഷമം. ബസ്സിന്റെ കാര്യം എല്ലാവർക്കും ഇഷ്ടാവുന്നാ ഞാൻ വിചാരിച്ചത്. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഉറപ്പിച്ചു പോയി. ഒരാഴ്ചയ്ക്കാൻ ബസ് ഇറക്കണം. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ബസ് ഇപ്പോ നാളെ അത് 4, 10, 50 ഒക്കെ ആയിക്കൊടുന്നില്ലല്ലോ. സഹായിക്കട്ടെ. അതെ. ഈ ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് ബാക്കി ബസ് ഓണേഴ്സിനെ കൂടെ വിളിക്കായിരുന്നു അല്ലേ? അതൊക്കെ വലിയ ചെലവുള്ള സംഗതിയല്ലേ. ആ, നമുക്ക് നേരെ മട്ടത്തിൽ അങ്ങനെ പോയാ പോരാ. പിന്നെ കണ്ടക്ടർ പണിക്ക് പലരും എന്റെ അടുത്ത് വന്ന് മുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ആരെന്നാലും ശരി 10,000 ഉറുപ്പ്യ കുറഞ്ഞ ആരോടും ഡിപ്പോസിറ്റ് വാങ്ങണ്ട. ചേച്ചേ, എന്താ ഹംസ ഈ പറയുന്നത്? പാവം തൊഴിലാളികള്. ഹംസയ്ക്കറിയോ, ഇപ്പോ ഞാനൊരു ബസ് ഓണറാണ്. അടിസ്ഥാനപരമായിട്ട് ഞാൻ ഒരു തൊഴിലാളിയാണ്. ഡിപ്പോസിറ്റ് വാങ്ങിയാല് കണ്ടക്ടേഴ്സിന് ഓണേഴ്സിനോടുള്ള ഈ ആത്മാർത്ഥത കുറയും. ഇനിയെങ്കിലും ഹംസ ഒരു കാര്യം മനസ്സിലാക്കണം, ഏതൊരു കമ്പനിയിലും അതിന്റെ നിലനിൽപ്പ് അവിടുത്തെ തൊഴിലാളികളുടെ ആത്മാർത്ഥതയാണ്. മനസ്സിലായോ?